ഹലോ നമസ്കാരം. കേരള പോലീസ് വകുപ്പിൻ്റെ കീഴിലുള്ള സൈബർ സെക്യൂരിറ്റി കൺസൾട്ടൻറ്റ് തസ്തികയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് പ്രതിമാസം 60,000 രൂപയാണ് ലഭിക്കുക. അധിക അലവൻസുകൾ, അതായത് HR, DA, TA എന്നിവ ഉണ്ടായിരിക്കുന്നതല്ല. തുടക്കത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രകടനവും ആവശ്യകതകളും അടിസ്ഥാനമാക്കി ഈ കരാർ നീട്ടാവുന്നതാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ 100 മാർക്കിന്, മെയിൻസ് പരീക്ഷ 200 മാർക്കിനും, ഇൻ്റർവ്യൂ 50 മാർക്കിനും ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, അതായത് ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഓപ്ഷൻസിൽ 1 തിരഞ്ഞെടുക്കുക എന്നുള്ള ശൈലിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്ക്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ് തുടങ്ങിയ മേഖലകളിലുള്ള ബേസിക് നോളജാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതേസമയം മെയിൻസ് എക്സാമിനേഷൻ 200 മാർക്കിനാണ്. അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്, അതായത് എഴുതി ഫലിപ്പിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. ഇത് പ്രധാനമായും നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ക്രിപ്റ്റോഗ്രഫി, മാൽവെയർ അനാലിസിസ്, ഇൻസിഡൻറ്റ് റെസ്പോൺസ്, ഡിജിറ്റൽ ഫോറൻസിക്സ്, സെക്യൂർ കോഡിംഗ് ഇങ്ങനെയുള്ള ടെക്നിക്കൽ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഇവയിൽ ചിലപ്പോൾ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ടെക്നിക്കൽ ഇൻ്റർവ്യൂ 50 മാർക്കിനുള്ളത് പ്രായോഗിക തലത്തിലുള്ള പരിജ്ഞാനം പരിശോധിക്കുകയും കൂടാതെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് പരിശോധിക്കുകയും ചെയ്യുന്നതാണ്. ഇതോടൊപ്പം ആവശ്യമായ എക്സ്പീരിയൻസും സർട്ടിഫിക്കേഷൻസും ഉണ്ടോ എന്നും പരിശോധിക്കും. ഈ 3 ഘട്ടങ്ങളിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ BE അല്ലെങ്കിൽ BTech ബിരുദം, അതുമല്ലെങ്കിൽ MCA ബിരുദം ഉണ്ടായിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ മൊത്തം 60 മാർക്കോടെയോ യോഗ്യത നേടിയിരിക്കണം. സൈബർ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജ്മെൻറ്റ് എന്നിവയിൽ അഡീഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അഭികാമ്യമാണ്. കൂടാതെ സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം എന്നിവയിൽ ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 3 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രായോഗിക പരിജ്ഞാനമായി സൈബർ സെക്യൂരിറ്റി ഓഡിറ്റ്സ്, വൾണറബിലിറ്റി മാനേജ്മെൻറ്റ്, പെനട്രേഷൻ ടെസ്റ്റിംഗ്, ISMS ഇംപ്ലിമെൻറ്റേഷൻസ്, സൈബർ ഫോറൻസിക്സ്, സൈബർ ത്രെറ്റ് ഇൻ്റലിജൻസ് എന്നിവ അത്യാവശ്യമായി ഉണ്ടാവണം. താല്പര്യമുള്ളവരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട ഫോം പൂരിപ്പിച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷാ ഫോറം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം: പോലീസ് സൂപ്രണ്ട്, സൈബർ ഓപ്പറേഷൻസ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, വെള്ളയമ്പലം, ട്രിവാൻഡ്രം 695010 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 24/12/2025. വിശദമായ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിയമന പരിശോധന സമയത്ത് ഉദ്യോഗാർത്ഥികൾ യഥാർത്ഥ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ളതും പ്രത്യേകം ഓർത്തിരിക്കണം. ഇതുപോലെയുള്ള കരിയർ ന്യൂസുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.